ഹായ്, വെൽക്കം ടു മൈ ചാനൽ. അല്ലെങ്കിൽ ഒരു ഹായ് ഇതുപോലെ പറഞ്ഞ് തുടങ്ങിയിട്ട് തന്നെ കുറേ ആയി. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും ഒരു മുടക്കമില്ലാണ്ട് വീഡിയോ ചെയ്യാൻ നോക്കണമെന്ന്. പക്ഷേ ഇപ്പോഴും നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ മനസ്സിലാവും, ഫുള്ള് സ്വെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടുത്തെ ചൂട് അങ്ങനെയാണ്. പിന്നെ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര നോയ്സ് ആയിരിക്കും. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാതിരിക്കുമ്പോൾ തന്നെ ഞാൻ വിചാരിക്കും, പല വീഡിയോസും ഞാൻ അങ്ങനെ എടുത്തു വെച്ചിട്ട് പിന്നെ ഇടാണ്ടായിട്ടുണ്ട്. അത്ര ഇങ്ങനെ സൗണ്ട് കേട്ടുകൊണ്ടേ ഇരിക്കും. അപ്പോൾ അത് ശരിയാവത്തില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇനിയിപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ മതി, ചെറിയ ചെറിയ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നത് എൻ്റെ പെറ്റിൻ്റെയാണ്. അപ്പോൾ എല്ലാ സൗണ്ടും കൂടി നിങ്ങൾക്കും അത് കാണാൻ എൻജോയ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മിക്കപ്പോഴും വീട്ടിലുള്ളപ്പോൾ വീഡിയോസൊന്നും എടുക്കാണ്ട് എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ മാത്രം എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി തൊട്ട് തുടർച്ചയായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസ് ഉണ്ടാവും, എല്ലാവരും കാണുക. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനൊരു 2 ഇൻട്രോ എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അത് ഒരു പ്രത്യേകത ഉണ്ടാവണം എന്ന് ഞാനിപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അതിൽ എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല, ഇനി വിളിച്ചുകൊണ്ടേയിരിക്കും. എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവണം. അത് എൻ്റെ ഒരു വെൽക്കമിങ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം. അത് സ്ക്രീനിൽ എന്നെ കണ്ടില്ലെങ്കിലും അത് അഞ്ജനയുടെ വീഡിയോ ആണ് എന്നുള്ളതൊന്ന് നിങ്ങൾക്ക് തോന്നണമല്ലോ. അപ്പം അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ 2 ഇൻട്രോ ഞാൻ മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ട്. ഒന്ന് നമസ്കാരം പറഞ്ഞുകൊണ്ടും ഒന്ന് എന്താ പറയുക വോല പറഞ്ഞുകൊണ്ടുമാണ്. വോല അങ്ങനെ തന്നെയാണോ? അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പോൾ ഒന്നേലും ഏതെങ്കിലും അതർ ലാംഗ്വേജിൽ വെൽക്കം പറയുക. അതല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഒത്തിരി. അപ്പോൾ അതല്ലെങ്കിൽ നമസ്തേ പറഞ്ഞുകൊണ്ടുമാണ്. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമസ്തേ ആണ്, അല്ലെങ്കിൽ നമസ്കാരം. ഇത് എന്തെങ്കിലും ആണ് പറയണം എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഐ തിങ്ക് നമസ്കാരം അല്ലെങ്കിൽ നമസ്തേ ഇസ് ഗുഡ്, റൈറ്റ്? അപ്പോൾ നമുക്ക് നമ്മുടെ ഈ വീഡിയോ അങ്ങനെ തന്നെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്താലോ? നമസ്തേ വേണോ നമസ്കാരം വേണോ? നമസ്തേ ഇസ് ഫൈൻ, റൈറ്റ്? നമസ്തേ നമ്മുടെ ഈ ഒരു ഉള്ളില്ല. ഐ തിങ്ക് നമസ്കാരം ഇസ് ഫൈൻ. നമസ്കാരം. ഓക്കെ, ഓക്കെ ഫൈൻ. കുറച്ച് എന്തോ ഒരു സംഭവം കിട്ടുന്നുണ്ട് നീ. ഓക്കെ, നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനൊന്ന് ഫേസ് ഒന്ന് ടാബ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് വേർക്കുന്നുണ്ട്. എഗെയിൻ വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് എന്നെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും. എന്നേ വരെ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടോ, ഞാൻ ആരാണെന്ന് പറഞ്ഞിട്ടോ, ഞാൻ എന്താണെന്ന് പറഞ്ഞിട്ടോ ഒന്നും ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. ഒരു വീഡിയോസിൽ ഞാൻ എന്നെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എൻ്റെ പേര് അഞ്ജന എന്നാണ്. ഈ വീഡിയോ ഒത്തിരി ഇന്നും ഉണ്ടാവില്ല കേട്ടോ, ചെറിയൊരു വ്ളോഗായിരിക്കും. കാരണം എന്നെക്കുറിച്ച് പറയാൻ അത്ര വലിയ കാര്യങ്ങളൊന്നും ഇല്ല, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്നെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിരിക്കണം എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇത്രയും നാളിന് ശേഷം ഞാൻ കുറേ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്നെനിക്ക് തോന്നിയത്. ഓക്കെ, അപ്പോൾ എൻ്റെ പേര് അഞ്ജന എന്നാണ്. നമ്മുടെ ചാനലിൻ്റെ പേര് അഞ്ജന മാനുവൽ ജോയി എന്നാണ്. മാനുവൽ എന്നുള്ളത് എൻ്റെ അപ്പൂപ്പൻ്റെ പേരാണ്, ജോയി എന്നുള്ളത് പപ്പയുടെ പേരാണ്. അപ്പോൾ ഞാൻ അപ്പൂപ്പൻ്റെ പേരിടാൻ കാരണം ഒന്ന് എൻ്റെ ഇൻസ്റ്റാ പേര് അതാണ്. പിന്നെ എനിക്ക് എൻ്റെ അപ്പൂപ്പനെ ഭയങ്കര ഇഷ്ടമാണ്. അത് എനിക്ക് എൻ്റെ അപ്പൂപ്പനെ മിസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ തന്നെ റിയലൈസ് ചെയ്തത്. ഐ തിങ്ക് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരാളായിരുന്നു എൻ്റെ അപ്പൂപ്പൻ എന്നുള്ളത്. ടീനേജ് ഒരു സ്കൂൾ ടൈമിലാണ് എൻ്റെ അപ്പൂപ്പൻ മരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ഞാനും എൻ്റെ സിസ്റ്ററും എനിക്കെപ്പോഴും പറയാറുള്ളത് എൻ്റെ അപ്പൂപ്പനെ കുറിച്ചിട്ട് ഞങ്ങൾ പറയാറുണ്ട്. അപ്പൂപ്പൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇങ്ങനെ നടക്കില്ലായിരുന്നു അല്ലേ, അപ്പൂപ്പൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു അല്ലേ, അപ്പൂപ്പൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ഒരു ടോക്ക് വരാത്ത ദിവസങ്ങളില്ലാതെ തന്നെ പറയാം. മിക്ക ദിവസങ്ങളിലും ഞങ്ങൾ അപ്പൂപ്പനെ കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറയാറുണ്ട്. ഈ കേൾക്കുന്ന സൗണ്ടാണ് എൻ്റെ പെറ്റിൻ്റെ സൗണ്ട്. സമ്മതിക്കില്ല, ഭയങ്കര ഒച്ചപ്പാടായിരിക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നി ഇൻ ഫ്യൂച്ചറിൽ എവിടെയെങ്കിലും ഒരു ഓർമ്മയായിട്ട് മാത്രം അപ്പൻ മാറരുത്, ഒരു എപ്പോഴെങ്കിലും ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുന്നതിന് പകരം, അല്ലെങ്കിൽ എന്നെ ഇനി തൊട്ട് ആരെങ്കിലും അറിയുന്നത് അപ്പൻ്റെ ഒരു പേരിലാവുമ്പോൾ ഐ ഫീൽ സോ ഹാപ്പി. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഞാൻ കുറേ കൂടി ഹാപ്പി ആവുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്.
അഞ്ജന മാനുവൽ ജോയ് എന്ന് വിളിക്കും. എൻ്റെ ശരിക്കുള്ള പേര് സ്കൂൾ നെയിം എന്ന് പറയുന്ന അഞ്ജന JR എന്നാണ്. ജോയ് രാധിക എൻ്റെ അമ്മയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചാനലിൻ്റെ പേരിടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പം ഞാൻ പഠിച്ചതൊക്കെ ട്രിവാൻഡ്രത്താണ്. പട്ടം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 +2 അവിടെയായിരുന്നു. അതിന് മുന്നേ കോട്ടൺ ഹില്ലായിരുന്നു ഞാൻ പഠിച്ചത്. 1 to 10 വരെയും കോട്ടൺ ഹിൽ സ്കൂളിലാണ് പഠിച്ചത്. മിക്കവാറും ഉള്ള ട്രിവാൻഡ്രംകാർക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്കൂളായിരിക്കില്ല കോട്ടൺ സ്കൂൾ. അത്രയും വലിയൊരു സ്കൂളാണ്. അപ്പോൾ എന്താ പറയുക, ഒരു ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് ഇവാനീസിൽ കിട്ടി, അവിടെ പഠിച്ചു. അവിടെ ഫാഷൻ ഡിസൈനിങ് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബാംഗ്ലൂർക്ക് പോയി. എൻ്റെ എന്താ പറയുക, എൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് എയർ ഹോസ്റ്റർ എന്നുള്ളൊരു എയിമോട് കൂടിയാണ് ഞാൻ പോയത്. പഠിച്ചതും ഒക്കെ അത് തന്നെയായിരുന്നു. കോർമംഗ്ലയിൽ നിന്നിട്ടാണ് പഠിച്ചത്. ബാംഗ്ലൂർ എനിക്ക് എല്ലാമായിരുന്നു, എല്ലാം. സ്റ്റിൽ എനിക്ക് ബാംഗ്ലൂർ പോയി സെറ്റിൽഡ് ആവാനാണ് ഇഷ്ടം. പക്ഷേ ഇപ്പം ഞാൻ സെറ്റിൽഡ് ആയിരിക്കുന്നത് കൊച്ചിനിലാണ്. കൊച്ചിനിൽ ആണ് സെറ്റിൽഡ് ആയിരിക്കുന്നത്. ബട്ട് എനിക്ക് കൂടുതലും ഇഷ്ടം ഒന്നെങ്കിൽ ട്രിവാൻഡ്രം അല്ലെങ്കിൽ ബാംഗ്ലൂരാണ് ഇഷ്ടം. കാരണം രണ്ടും എനിക്ക് ഹാപ്പിനെസ് തരുന്ന സ്ഥലമാണ്. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലേ, നമ്മൾ ജനിച്ച് വളർന്ന സ്ഥലമായിരിക്കും നമുക്ക് കൂടുതൽ ഇഷ്ടം, നിൽക്കാൻ ഇഷ്ടം. അതല്ലെങ്കിൽ നമ്മുടെ ഒരു ഡ്രീം പ്ലേസ് ഉണ്ടാവും, അവിടെ ആയിരിക്കും ഇഷ്ടം. ഒന്നേലും എനിക്ക് പുറത്ത് പോയി സെറ്റിൽഡ് ആവാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് കൊച്ചി അത്ര അങ്ങോട്ട് കംഫർട്ടബിൾ ആവുന്നില്ല. പിന്നെ ഇവിടെ നിന്നേ പറ്റൂ എന്നുള്ളൊരു ഇത് കൊണ്ട് അങ്ങനെ നിൽക്കുന്നതാണ്. ഓക്കെ, പിന്നെന്താ, പിന്നെ എൻ്റെ വീട്ടിൽ പപ്പ, അമ്മ, അനിയത്തി, ചേച്ചി ആണുള്ളത്. പിന്നെ എനിക്ക് 2 പപ്പീസ് ഉണ്ട്, അവരാണുള്ളത്, പിയ ആൻഡ് ബ്ലാക്കി. ഇവിടുത്തെ പെറ്റിൻ്റെ പേരും ഞാൻ ഇട്ടേക്കുന്നത് പിയാമാണ്. പക്ഷെ ഇവിടെ ഉള്ളത് ഡോഗല്ല, കൊനിയോറാണ്, ബേർഡാണ്. ഓക്കെ, 1 സെക്കൻഡ്, വേർക്കുന്നു. ഓക്കെ, അപ്പോൾ വീട്ടിൽ പപ്പ, അമ്മ, ചേച്ചി, അനിയത്തി, 2 ഡോഗ്സ്. ഇവർ ഇത്രയും പേരാണ് എൻ്റെ ട്രിവാൻഡ്രത്തെ വീട്ടിലുള്ളത്. അപ്പോൾ അവരെല്ലാവരും എന്താ പറയുക, ഒരു സാധാരണ ഫാമിലിയാണ്. പിന്നെ ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇടയ്ക്ക് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, അതൊക്കെ റിസൈൻ ചെയ്തു. ബാംഗ്ലൂർ ആണെങ്കിലും നല്ലൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, നല്ല ജോബായിരുന്നു. കൊറോണ വന്നതിന് ശേഷം എൻ്റെ ജോലി പോയിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരേണ്ട ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ ഒരു ജോബ് കണ്ടെത്തി ആ ജോലി ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക, പഠിത്തം കണ്ടിന്യൂ ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം ഇപ്പം ഞാൻ റിസൈൻ കൊച്ചിയിലും വന്നിട്ട് ഞാനൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ദെൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തു. ബിക്കോസ് ബാംഗ്ലൂർ അല്ലെങ്കിൽ നമ്മുടെ കേരളം വിട്ട് ജോലി ചെയ്തവർക്കറിയാം, പിന്നീട് നമുക്ക് വന്നിട്ട് കേരളത്തിൽ ജോലി ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു തൃപ്തി ആവില്ല. അപ്പം ഞാൻ എല്ലാവരുടെയും കാര്യം അങ്ങനെ പറയുന്നില്ല. ഫോർ മീ, എനിക്ക് ഒട്ടും തന്നെ തൃപ്തി ഉണ്ടാവുന്നില്ല. സോ അങ്ങനെയാണ് ഞാൻ റിസൈൻ ചെയ്തത്. അത് ചെയ്യുമ്പോഴും ഒരു വലിയ ടാസ്ക് ആയിരുന്നു എൻ്റെ മുന്നിലുണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് എന്തായിരിക്കും, എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോട്ട് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവില്ലേ. അതുപോലെ എനിക്കും അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു സംഭവം. പിന്നെ അവിടെ നിന്ന് കൊറോണ വന്നിട്ടാണ് ആ ഒരു ജോബ് പോകുന്നത് തന്നെ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഒരു ഷോക്കായിരുന്നു. ബിക്കോസ് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാണ്ടാണ് ഒരു നല്ലൊരു കമ്പനിയിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയത്, അതും പഠിക്കുന്ന സമയത്ത്. പിന്നെ അത് പോയി, പെട്ടെന്ന് തന്നെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ലൈഫ് എങ്ങനെയൊക്കെയോ മാറി മറിഞ്ഞ് കൊച്ചിനിലേക്കായി. കൊച്ചിനിൽ വന്നിട്ട് ഇവിടുത്തെ ഓഫീസിൽ വർക്ക് ചെയ്തു. എനിക്ക് തോന്നുന്നു ഒരു 10 months 9 months അങ്ങനെ എന്തോ ആണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത്രയും ഇത് തന്നെ എനിക്ക് ഭയങ്കര ഒരു സ്ട്രഗ്ലിങ് പോയിന്റ് ആയിരുന്നു. ബിക്കോസ് ബാംഗ്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വർക്ക് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു ഇവിടുന്ന് പുറത്തേക്ക് നമ്മൾ വർക്ക് ചെയ്തിട്ട് അവിടെ പിന്നെ തിരിച്ചു വന്ന് ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു നമുക്ക് ഒന്നിനും ഒരു തൃപ്തി ഉണ്ടാവില്ല. എനിക്ക് എന്തിനോ പോകുന്നു, എന്തിനോ തിരിച്ചു വരുന്നു എന്നുള്ളൊരു ഒരു കൈൻഡ് ഓഫ് അങ്ങനെ ഒരു ജേർണിയിലൂടെ ആയിരുന്നു ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മോഡലിംഗ് കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ ഉള്ള ശ്രമം നടന്നെങ്കിലും കമ്പയറിങ് ടു ഞാൻ ബാംഗ്ലൂർ ആയിരുന്ന സമയത്തോ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തുണ്ടായിരുന്ന സമയത്തോ ഞാൻ ചെയ്തിരുന്ന അത്രയും വർക്ക് എനിക്ക് ഇപ്പോൾ ഇവിടെ കിട്ടാൻ ഇല്ലാണ്ടായി.
അത് എന്താണ് അതിനുള്ള റീസൺ എന്നൊന്നും എനിക്കറിയില്ല. മേ ബി എപ്പോഴും നമുക്കെല്ലാം ഉണ്ടാവണമെന്നില്ലല്ലോ. പക്ഷെ ഇതെല്ലാം കൂടി എനിക്ക് ഒറ്റയടിക്ക് എന്താ പറയുക, ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പം ആ ഒരു സ്റ്റേജിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒത്തിരി 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 വണ്ണം വെക്കാൻ തുടങ്ങി. ഇപ്പോൾ ഞാൻ ഉണ്ടായിരുന്നത് ഒരു 53, 52. എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5'8" ആണ്. എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 53, 52 ഇങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ. അപ്പം ആ ഒരു വെയിറ്റിൽ നിന്നും ഞാൻ ഒത്തിരി അങ്ങ് വണ്ണം വെക്കാൻ തുടങ്ങി. 63, 65, 66 ഇങ്ങനെ പോകാൻ തുടങ്ങി. 67 വരെയാണ് ഞാൻ പോയിട്ടുള്ളത്. അപ്പോൾ അതെനിക്ക് മൊത്തത്തിലൊരു കംഫേർട്ടില്ലായ്മ, വർക്കില്ല, അതിൻ്റെ ടെൻഷൻ, അപ്പോൾ എല്ലാം കൂടിയിട്ട് എനിക്കൊരു ഒരു മാതിരിയൊക്കെ ആയിരുന്നു. ഇപ്പം പറയുമ്പോൾ ഞാൻ വളരെ ലാഘവത്തോടു കൂടി വളരെ ഈസി ആയിട്ട് ഞാൻ പറയുന്നുണ്ട് നിങ്ങളുടെ അടുത്ത്, അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ. പക്ഷെ ആ ഒരു പോയിന്റ് നമ്മൾ സ്ട്രഗിൾ ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാവും. നമ്മുടെ ലൈഫ് ചേഞ്ച് ആകുമ്പോൾ നമുക്കത് സ്ട്രഗിൾ ചെയ്തവർക്ക് മാത്രമേ അത് മനസ്സിലാവും, ഒരു പോയിന്റിലൂടെ കടന്നു പോയവർക്ക് മാത്രം. ഓക്കെ ഫൈൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എന്താ പറയുക, എനിക്ക് കൂടുതൽ ഈ സങ്കടം വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ഒരു സ്ട്രഗ്ലിങ് സ്റ്റേജ് ഒരിക്കലും എനിക്ക് വേറൊരാളോട് അല്ലെങ്കിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ എനിക്കൊരു താല്പര്യക്കുറവുണ്ട്. എനിക്കറിയില്ല, അതങ്ങനെ ഇരിക്കട്ടെ അല്ലേ, എന്തിനാ വെറുതെ, നമുക്ക് പോസിറ്റിവിറ്റിയിലേക്ക് കിടക്കാം, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് പോവാം. അപ്പോൾ അങ്ങനെ ഇരിക്കെ പിന്നെ ഒരു മൂവി ചെയ്തു. അത് എന്നിട്ട് ബറോസ് എന്ന് പറയുന്ന മൂവിയാണ് ഞാൻ ചെയ്തത്. അത് റിലീസിങ് ഈ മാർച്ചിന് ഉണ്ടാവും എന്നാണ്, ഏപ്രിൽ ഉണ്ടാവും എന്നാണ് വിചാരിച്ചത്. പക്ഷെ വിചാരിച്ച പോലെ അത് അങ്ങനെ റിലീസായിട്ടില്ല, കുറച്ചുകൂടി ഡേറ്റ് നീളും. മൂവി ഡയറക്റ്റ് ചെയ്തേക്കുന്നത് മോഹൻലാൽ സാറാണ്. പിന്നെ പ്രൊഡക്ഷൻ ആശീർവാദാണ്. അപ്പോൾ വേൾഡ് വൈഡ് റിലീസിങ് ഉണ്ടാവും. ഒരു പാൻ ഇൻ്റർനാഷണൽ ഫിലിമിൽ ഒരു 2 സീനിൽ ഞാനുണ്ട്. ആ 2 സീനിൽ ഞാനുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയുമ്പോഴും ആ 2 സീനിലെങ്കിലും ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അത്രയും ചെറിയൊരു പോർഷനിൽ മാത്രമേ ഞാനുള്ളൂ. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ അത് നിങ്ങൾ കണ്ടു നോക്കും. ഞാനിനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ അത് ഒന്നും അല്ലാണ്ടായി പോവാം. കേട്ടിട്ടില്ലേ, എൻ്റെ സിനിമ ഇറങ്ങി, എൻ്റെ ഇതിറങ്ങി, ഞാൻ ആ സിനിമയിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ആ ഒരു സീനൊന്നും ഇറങ്ങാണ്ടിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അങ്ങനെയൊക്കെ ഉണ്ടായവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നത് വളരെ ചെറിയ ഒരു സീനിലാണ് ഞാനുള്ളത്. അതൊരു 2 ഘട്ടമായിട്ട് 2 സീനായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പം അങ്ങനെ വരണേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതും. അപ്പം അങ്ങനെ ഒരു സംഭവം ഞാൻ ചെയ്തിട്ടുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് 1 ഇയർ ഞാൻ ഒരു വർക്കും ചെയ്തിട്ടില്ല, ഒന്നിനും സെലക്ട് ആവുന്നില്ല. ആ ഒരു ജേർണി കഴിഞ്ഞ് വീണ്ടും അഗെയിൻ ഞാൻ സെലക്ട് ആവുന്നത് ഒരു അടിപൊളി ആഡിലാണ്. ഈ ഇടയ്ക്ക് നിങ്ങളെല്ലാവരും ചർച്ച ചെയ്യപ്പെട്ട ഒരു ആഡ്, ക്രീസ് എന്ന് പറയുന്ന ബിസ്ക്കറ്റിൻ്റെ ആഡ്. VS ശ്രീകുമാർ സാറാണ് അത് ഡയറക്ഷൻ ചെയ്തേക്കുന്നത്. ലാൽ സാറിനോടൊപ്പം എഗെയിൻ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ അതിന് ഭയങ്കര ഒരു റിസൾട്ടായിരുന്നു കേട്ടോ ആ ഒരു ആഡിന് കിട്ടിയത്. ഒരു ആഡിനെ കുറിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ സംസാരിക്കാമെന്നൊക്കെ പറയുമ്പോഴല്ലേ, അത് ശരിക്കും ബ്ലെസ്സിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാവർക്കും ആ ഒരു ഭാഗ്യം കിട്ടണം എന്നില്ല അല്ലേ. എത്രയോ പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു കുഞ്ഞ് ആഡിൽ കിട്ടിയ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. കുറേ മാസങ്ങൾക്ക് മുന്നെയാണ് ഇത് റിലീസായത്. എന്നിട്ടും ഇപ്പോഴും യെസ്റ്റർഡേ എനിക്ക് കിട്ടിയൊരു വീഡിയോ, അതും എനിക്ക് ഭയങ്കര, ഇത് നിങ്ങളാണോ എന്ന് ചോദിച്ചിട്ട് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഐ ഫീൽ വെരി ഹാപ്പി. ഒരു 2-3 പേരെങ്കിലും നമ്മളെ റിയലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ഇതിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഓക്കെ, ഞാൻ ചെയ്തതിൽ അവരും ഹാപ്പിയാണ് എന്നറിയുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആണ് അത് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ആഡിൻ്റെ എന്താ പറയുക, റിസൾട്ട്സ് ഞാനിപ്പോഴും എൻജോയ് ചെയ്യുന്നുണ്ട്. ഒരു ബിസ്ക്കറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ആഡ് എന്തിൻ്റെ ആയിക്കോട്ടെ, അതിനെക്കുറിച്ച് എല്ലാവരും സംസാരിക്കപ്പെടുന്ന രീതിയിൽ, ഒരു ന്യൂസിൽ പോലും വരുന്ന രീതിയിൽ ആ ആഡ്
പോയപ്പോൾ ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യമായിരുന്നു എൻ്റെ ലൈഫിൽ നടന്നത്. കുറേ നാൾ ഒരു വർക്കും ചെയ്യാണ്ടിരിക്കുന്നു, പെട്ടെന്ന് ഒരു വർക്ക് കിട്ടുന്നു, ആ വർക്കിനെ കുറിച്ചിട്ട് എല്ലാവരും സംസാരിക്കുന്നു, ന്യൂസിൽ വരുന്നു. അപ്പോൾ ഇതൊന്നും ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത കാര്യങ്ങളാണ് എൻ്റെ ലൈഫിൽ നടന്നത്. സോ ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിയില്ല. മേ ബി എൻ്റെ കാര്യം തന്നെ കയറിക്കൊണ്ടതാണ്. അപ്പം നെക്സ്റ്റ് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു വർക്കാണെങ്കിലും നല്ല ടീമിൻ്റെ കൂടെ നല്ല നല്ല ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ബ്ലെസ്സിങ് ആണ്. അങ്ങനെ കിട്ടട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ പ്ലാൻ ഉണ്ട് എന്ന് എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറയുന്ന സമയത്താണെങ്കിലും ശരി, ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയ സമയത്താണെങ്കിലും ശരി, എന്നോട് കുറേ പേര് പറഞ്ഞിരുന്നത് നീ കുറച്ചുകൂടി വീഡിയോസ് കണ്ടതിന് ശേഷം പറഞ്ഞ കാര്യമാണ് കേട്ടോ, കുറച്ചുകൂടി ഒന്ന് സ്റ്റൈലിഷായിട്ട് സംസാരിക്കൂ, നീ കുറച്ചുകൂടി നീ ഒരു മോഡലല്ലേ, അല്ലെങ്കിൽ നീ ഒരു ഈ ഒരു ഫീൽഡ് അല്ലേ, അപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് സംസാരിക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കുറേ അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ശരിയായിട്ട് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അങ്ങനെ കുറച്ച് ജാടയൊക്കെ കാണിച്ച് അല്ലെങ്കിൽ കുറച്ച് ജാട കാണിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് ഞാനല്ലാണ്ട് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നും. പിന്നീട് തോന്നുക എന്ന് പറഞ്ഞാൽ കുറേ കഴിയുമ്പോൾ ഒരു പോയിന്റ് എത്തുമ്പോൾ ഞാൻ തന്നെ വിചാരിക്കും ഇതെന്താ ഇത്. കുറച്ച് കഴിയുമ്പോൾ ഞാൻ മറന്നു പോകും. ഞാൻ ഇത്രയും നേരം ആക്ട് ചെയ്ത് വെച്ചിരുന്ന ഞാൻ മറന്നു പോകും. ആക്ടിങ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പറ്റും. പക്ഷെ അവിടെ ഒരിക്കലും നിങ്ങൾ എന്നെ ആയിരിക്കില്ല കാണുന്നത്. ഒരു ആക്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ഒരാളെ കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പം ഞാൻ അങ്ങനെയൊക്കെ കുറേ നാൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് എന്നെ ശരിയായിട്ട് തോന്നാത്തതുകൊണ്ട് ഞാനത് അവിടെ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കുറേ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ എന്നെക്കുറിച്ച് പറയാനായിട്ട്. അപ്പം ഇനിയും സപ്പോർട്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ ചാനലിൽ ഇപ്പോൾ അധികം എനിക്ക് തോന്നുന്നു 260 സബ്സ്ക്രൈബേഴ്സ് മാത്രമേ എൻ്റെ ചാനലിൽ ഉള്ളൂ. ഇനി അത് ഇമ്പ്രൂവ് ആവുമായിരിക്കാം, ഇല്ലായിരിക്കാം, ഒന്നും എനിക്ക് ഉറപ്പില്ല. പിയ സമ്മതിക്കില്ല. അങ്ങനെയാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. പിയുടെ ഐ തിങ്ക് ഇപ്പോൾ ഇലക്ഷൻ്റെ ഇത് വന്നിട്ടുണ്ട്. എല്ലാം കൂടി നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആവും. ഇനി ഞാൻ കൂടുതൽ സംസാരിച്ച് വഷളാക്കുന്നില്ല. ദിസ് ഈസ് വാട്ട് ഐ ആം. അപ്പോൾ ഇനിയും സപ്പോർട്ടുകൾ നിങ്ങളുടെ അടുത്ത് നിന്ന് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഉടനെ തന്നെ കുറേ വീഡിയോസുകളൊക്കെ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്നിൽ അറിയാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ടൈപ്പ് ഓഫ് വീഡിയോസ് നിങ്ങൾക്ക് വേണോ, അങ്ങനത്തെ ടൈപ്പിലുള്ള വീഡിയോസ് ഞാൻ ഇടാൻ നോക്കാം. ഒരു മിനിറ്റ്, ഇത് പോയിട്ടെടുക്കാം. ഓക്കെ, അത് പോയി. അപ്പോൾ നിങ്ങൾക്ക് എന്നിൽ കാണാൻ ഇഷ്ടമുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇന്ന വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഇതൊക്കെ പറയാം. അപ്പം അങ്ങനത്തെ ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്യാം. പിന്നെന്താ, അപ്പോൾ കൂടുതൽ വഷളാക്കുന്നില്ല. ഇതൊക്കെയായി ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോസിൽ കാണാം. ബൈ ബൈ, ടാറ്റാ.